സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മളെ അഡ്രസ്സ് ചെയ്യുന്നതിലും ഈ പറഞ്ഞ കോൺഫിഡൻസ് തരുന്നതിലും വി ലൈക്ക് യുവർ ഫിലിംസ് എന്ന് പറയുന്നതിൽ നല്ല സന്തോഷമുണ്ട്. എനിക്ക് വൈശാലി കണ്ടപ്പോൾ വലിയ ഇതൊന്നും തോന്നിയില്ല. 9 years or 10 years പിന്നെ അവർ കിസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണടയ്ക്കുമല്ലോ, അപ്പൊ എന്താ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അതല്ലാതെ എനിക്കൊന്നും മനസ്സിലായില്ല. ഒരാളെ ഇങ്ങനെ പോകുന്നു വരുന്നു, അയാളാണെങ്കിൽ മാലിനെ പോലെ വെള്ളം കുടിക്കുന്നത്, എനിക്ക് ഇതിലെന്താ. പക്ഷെ നമ്മളൊരു പോയിന്റ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വാട്ട് എ ബ്യൂട്ടിഫുൾ വർക്ക് ദാറ്റ് ഈസ്. സ്പിരിറ്റ് ഹാപ്പൻഡ് ഇൻ 2013. 2012 നിദ്ര റിലീസായ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് എനിക്ക് വന്ന ഒരു വേഷമായിരുന്നു സ്പിരിറ്റിലെ വേഷം. ജസ്റ്റ് ഹിറ്റിംഗ് മൈ 30s. അത് കഴിഞ്ഞ് ബ്രഹ്മയോഗം നടക്കുമ്പോൾ ഓൾമോസ്റ്റ് 10 കൊല്ലത്തിന്റെ അന്തരം എനിക്കുണ്ട്. എന്റെ കാഴ്ചപ്പാടിനും എന്റെ അപ്രോച്ചിനും ഒക്കെ നല്ല മാറ്റങ്ങളുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ നമ്മുടെ കൂടെ. ഹലോ. ഈ ആക്ടറായി ആക്ടിങ്ങിന്റെ ഒരു ഹൈ കിട്ടിയിട്ട് ഡയറക്ഷൻ വിട്ടോ? ഡയറക്ഷൻ വിട്ടിട്ടൊന്നുമില്ല, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ആക്ടിങ് ഹൈ കൊള്ളാം. ആണോ? തെറ്റില്ല. അതിലൊരു ഹൈ എന്താ? അതില് ഹൈ എന്താന്ന് വെച്ചാൽ ഡയറക്ഷന്റെ വേറൊരു ടൈപ്പ് ഹൈ കൊള്ളാം എന്ന് പറയുന്നത്. പെർഫോമൻസ് കണ്ടിട്ട് when people appreciate you, അതിന്റെ ഹൈ. പെർഫോം ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ കിട്ടി അതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ഒരു രസം എന്താ? അതിനെ അപ്രോച്ച് ചെയ്യുന്ന രസം അതെങ്ങനെ പോർട്രേ ചെയ്യാൻ പറ്റും, നമ്മൾ ആ ലൈൻസ് എങ്ങനെ ഒരു നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും, ഗെറ്റിംഗ് ഇൻ ടു ദ മോൾഡ് ഓഫ് ദ ക്യാരക്ടർ എന്നൊക്കെയുള്ള ചിന്തയാണ് അതിൻ്റെ രസം. ഒരു ക്യാരക്ടർ കിട്ടുമ്പം അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ഹോംവർക്ക് ഒക്കെ ചെയ്ത് പോവുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാ? ഹോംവർക്ക് ചെയ്യും. ഒബ്വിയസ്ലി ആ ക്യാരക്ടറിനെ കുറിച്ച് നമ്മുടെ അടുത്ത് പറയുമ്പോൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു ധാരണ കിട്ടും. ദെൻ വിൽ കീപ് തിങ്കിങ് അബൌട്ട് ദാറ്റ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നോർമലി നമ്മൾ സ്ക്രിപ്റ്റ് ചോദിക്കും ആ സീൻസ് കിട്ടിയാൽ. അപ്പോൾ ആ സീൻസ് കിട്ടിയാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എങ്ങനെ അവതരിപ്പിക്കണം, അതൊക്കെ തന്നെയാണ് നമ്മുടെ ഹോംവർക്ക്. അപ്പോൾ അത് ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക. ആൻഡ് അപ്പോൾ നമ്മൾ പല ഓപ്ഷൻസ് വെക്കുള്ളൂ. അതിൽ ചിലതൊന്ന് നമ്മുടെ ക്ലോസ് ഓപ്ഷൻ ആയിരിക്കും, ഇത് നന്നായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അത് ഡയറക്ടർ വേണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ വിഷമിക്കാറുമില്ല. ഓക്കെ അത് വേണ്ട, ഇതാണ് ഹീസ് ചൂസിങ് ദിസ് എന്നുള്ള എൻ്റെ ഒരു സാധനത്തിൽ അങ്ങ് പോകും. ഇഫ് ഹീസ് ആസ്കിങ് ടു ഇംപ്രവൈസ് ഓർ ലൈക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുമ്പോൾ എന്നാൽ പിന്നെ അത് വഴി അങ്ങനെ. ഈ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളായിട്ട് ഇംപ്രവൈസ് ചെയ്യുമ്പോൾ ഡയറക്ടർ വേണ്ടെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഒരു ഡയറക്ടർ വർക്ക് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ആ ഡയറക്ടർ എന്താണ് പറയുന്നത് അതാണ്? ആ ഡയറക്ടർ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ അതാണ്. അപ്പൊ ആ സെറ്റിന് ഓൾറെഡി ഒരു ഡയറക്ടർ ഉണ്ടല്ലോ. അല്ല, മനസ്സിലെ ഡയറക്ടർ വർക്ക് ചെയ്യാറുണ്ടോ? ആ മനസ്സിലെ ഡയറക്ടർ വർക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഓഫ് ഹൗ വി ക്യാൻ സേ ദിസ്, ഹൗ വി ക്യാൻ അപ്രോച്ച് ദിസ് എന്നുള്ള പരിപാടികൾ. അപ്പോൾ മേ ബി ഐ ആം ടോട്ടലി റോങ്. ഇപ്പം ഞാനത് വായിക്കുമ്പോൾ ഞാൻ കൺസീവ് ചെയ്യുന്ന സീൻ കൊറിയോഗ്രാഫിയോ സാധനമോ ഒക്കെ മേ ബി ഐ ആം 100% റോങ്. അത് ഡയറക്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് അത് കിട്ടുക. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പുള്ളി കൺസീവ് ചെയ്തേക്കണെന്ന് പറയുമ്പോൾ നമ്മൾ അതങ്ങ് ചെയ്യും. അത് ഞാനാണല്ലോ റോങ് ആയിട്ട് കൺസീവ്. ദാറ്റ്സ് ഹൗ സിദ്ധാർത്ഥ് ഭരതൻ വുഡ് ഹാവ് ഡയറക്റ്റഡ്. അപ്പോൾ അത് ഞാൻ ആ ഡയറക്ടറിൻ്റെ മുകളിലേക്ക് ഇടേണ്ട കാര്യമേ ഇല്ല. അതെ, തിരിച്ചൊരു ഡയറക്ടറുടെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് എന്താ കൂടുതൽ വെൽക്കം ചെയ്യുന്നത്? ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ അവരെ ഇംപ്രവൈസേഷൻ്റെ ഒരു സ്പേസ് കൊടുത്ത്? അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സീൻ. അത് ഓരോ സീനിനും യുണീക്കാണ്, എപ്പോഴും ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ മേ ബി സംടൈംസ് ദി ആക്ടേഴ്സ് ഇംപ്രവൈസ് ആൻഡ് മറ്റേ ഹോൾ സീനിൻ്റെ ഒരു ലെവൽ അങ്ങ് കയറ്റുമായിരിക്കും. ചിലപ്പോൾ അവർ ഇംപ്രവൈസ് ചെയ്ത് നമ്മൾ നിൽക്കേണ്ട ബോക്സിൽ നിന്ന് തന്നെ മാറിപ്പോയി വേറെ സ്ഥലത്തേക്ക് പോയി നിൽക്കുമായിരിക്കും. ചിലപ്പോൾ നമ്മളായിരിക്കും സീൻ ചെയ്യുന്ന സമയത്ത് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കണ്ടിട്ട് നമ്മളായിരിക്കും ഇംപ്രവൈസ് ചെയ്യുന്നത്. ഇതിൽ ഏതും നടക്കാം. എല്ലാ സീനിനും ഒരേപോലെ ആവണമെന്നില്ല. ബട്ട് നമ്മൾ ഇപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്നത് ഇത്തരം അഡീഷൻസ് എൻ്റെ ഈ കഥയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, ഞാൻ കാണാത്ത ലേയേഴ്സ് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അത് ആർട്ടിസ്റ്റ് തന്നെ പറയണമെന്നില്ല, ആർട്ടിസ്റ്റ് എന്ന് പറയാറുണ്ട്, പലരും പറയാറുണ്ട്. സോ whatever improves our work, always welcome. Yes.
ഇപ്പം സിദ്ധാർത്ഥ് ഹാസൻ ആക്ടർ നമ്മൾ നോക്കുമ്പം നമ്മളിൽ ഭയങ്കരമായ നിഷ്കളങ്കമായ ഒരു പെർഫോമൻസ് ആണ്. സ്വാഭാവികമായിട്ട് ആദ്യത്തെ സിനിമയാണ്, പക്ഷെ ആയിരിക്കും ആദ്യമായിട്ട്. പക്ഷെ പിന്നെ പിന്നെ ഈ ഓരോ അഭിനയിച്ച് പഠിച്ച് റെഡി ആവുക. നിഷ്കളങ്കതയ്ക്ക് അപ്പുറം എല്ലാവർക്കും നഷ്ടപ്പെടുന്നത് പോലെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു എന്നല്ല, ഈ ആക്ടറായി ഇവോൾവ് ചെയ്യുക എന്നുള്ള സാധനം ഉണ്ടല്ലോ. അതിപ്പോ ഓരോ സിനിമകൾ ചെയ്ത് അഭിനയിച്ച് തെറ്റിച്ച് പഠിച്ച് അങ്ങനെ അങ്ങനെ വരികയായിരുന്നോ? അങ്ങനെ ലൈക്ക് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നന്നായി പഠിക്കുന്ന പിള്ളേരുണ്ടാവും, ഞാൻ അവരെ കുറിച്ചല്ല പറയണം. അല്ലാതെ 1-2 പൊട്ടുന്ന ടീംസ് ഉണ്ടാവുമല്ലോ. ഞാൻ ആ കാറ്റഗറിയിലായിരുന്നു ഞാനൊക്കെ. 10ാം ക്ലാസ് എത്തി, ഫൈനൽ SSLC പരീക്ഷ ആയപ്പോഴത്തേക്കും എല്ലാത്തിലും പാസ്സായി ഒറ്റയടിക്ക്. അപ്പൊ അത് എവോൾവ് ആയി വന്നതാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസിന്റെ ഇടയിലേക്ക് അത് എവോൾവ് ആയി വന്ന പോലെ തന്നെ അഭിനയം അങ്ങനെ ആയിണ്ടാവാം, സ്റ്റോറി ടെല്ലിങ്ങും അങ്ങനെ ആവാം. ഇപ്പൊ നാളെ മേ ബി 5 years down the line ഞാൻ ഇങ്ങനെയായിരിക്കില്ല, എൻ്റെ അഭിനയം തന്നെ ചിലപ്പം മാറാം, നന്നാവാം, ചിലപ്പോൾ നേരെ കുത്തനെയും പോവാം. ഇറ്റ് ഡിപ്പെൻസ്. ബട്ട് ടൈം ചേഞ്ചസ് എ ലോട്ട് ഓഫ് തിങ്. നമ്മുടെ പെർസ്പെക്റ്റീവ് മാറും, നമ്മൾ മനസ്സിലാക്കുന്ന രീതി മാറും, ഒരേ കാര്യം തന്നെ. അപ്പോൾ അത് ഇറ്റ്സ് ബൗണ്ട് ടു ഹാപ്പൻ. അത് ആയില്ലെങ്കിലാണ് പ്രശ്നം. അതെ, ടൈം അനുസരിച്ച് മാറിയില്ലെങ്കിലാണ്. അതെ, അതായത് ചേഞ്ച് മറ്റേ കേട്ടിട്ടില്ല, ചേഞ്ച് ഇസ് ദി ഓൺലി കോൺസ്റ്റന്റ്. സോ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കണം. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഓൾ ദ ചേഞ്ചസ്. ഈ സാൽമൺ ഫിഷിന് സാൽമൻ്റെ ഒരു ഗ്രോത്ത് പ്രോസസ് ഉണ്ട്. ചെറിയ മറ്റേ ഇതായിട്ട് തുടങ്ങി, മറ്റേ റിവറിൽ നിന്ന് അത് സീയിലേക്ക് പോയി, സീല് വളർന്ന് പിന്നെ മെയ്റ്റ് ചെയ്യാനായിട്ട് തിരിച്ച് അപ്പ് റിവർ പോകും, ഒരു മറ്റേ അഗെയിൻസ്റ്റ് ദ ഫ്ലോ. അതാണ് ഈ ബെയർസ് ഒക്കെ കരടികളെ കാണിട്ട് ചെയ്യാൻ നിൽക്കുന്നതായിട്ട് കാണുന്നത് എപ്പോഴും. ഈ ചാടി വരുന്ന സാധനത്തിൽ പിടിക്കുന്ന, ദേ ആർ ഗോയിങ് അപ് സ്ട്രീം, ദാറ്റ് ദേ ആർ ഗോയിങ് ടു മേറ്റ് ആൻഡ് ലേ എഗ്സ് അഗെയിൻ. എന്നിട്ട് പിള്ളേരെ ഹാച്ചായിട്ട്. അപ്പം ഈ സൈക്കിളില് സാൽമൻ്റെ കളറും സൈസും ഷേപ്പും മാറുന്നതായിട്ട് ഒരു ഫിനോമിനുണ്ട്. ബൈ ദി എൻഡ് മരിക്കാറാകുമ്പോഴത്തേക്കും ഭയങ്കര അഗ്ലി ഫേസിലേക്ക് എത്തും ഒരു കാണാൻ തന്നെ. അതിൻ്റെ ഇടയിലാണ് ഇവര് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ഈ മീറ്റ് ചെയ്യാൻ പോകണം, ഈ ബെയർ പിടിക്കണം, റൈറ്റ് ഫ്രം ദ സീ കണ്ടേക്കാണുന്നത്. സോ അത് ഓൺ എ ഹ്യൂമൻ തിങ് ഓൾസോ ഇറ്റ് ഇസ് ദെയർ. ആസ് ദേ ഗ്രോ their shape will change, their perspective will change, everything will change, even the looks, everything. കുറച്ച് കൂടിപ്പോയോ? ഇല്ല, കൂടിപ്പോയില്ല. ഞാൻ പെട്ടത് ഞാൻ ഏജ്ഡ് ആയിട്ടേ ആ സ്റ്റേജെത്തുന്ന ആലോചിച്ചു. ഏജിങ് എന്നുള്ളത് എപ്പോഴും പേടിപ്പിക്കുന്ന ഒരു സാധനം. അങ്ങനെ പേടിയുണ്ടോ? ഇല്ല. അത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനെ പേടിച്ചിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ആക്ടേഴ്സിന് അത് കുറച്ചുകൂടി പേടിപ്പിക്കുന്ന കാര്യമാണെന്ന് പറയാറുണ്ടല്ലോ. മസ്റ്റ് ബി ഫോർ സം ആക്ടേഴ്സ്, നോട്ട് ഫോർ മീ. ഇപ്പോൾ ഈ അന്ന് ഞാൻ നമ്മളുടെ സമയത്ത്, അതായത് അന്ന് മോസ്റ്റ്ലി നമുക്ക് അങ്ങനത്തെ വേഷങ്ങളും കഥകളുമാണല്ലോ. കിഡ് സെറ്റപ്പ് ഇല്ലെങ്കിൽ ടീനേജർ ജസ്റ്റ് ഇതെന്നുള്ള. അപ്പോൾ അതിൽ പീപ്പിൾ അന്ന് അത്തരം കഥകളോ അങ്ങനത്തെ ഒരു സെറ്റപ്പോ ഇല്ലായിരുന്നു. Always there was this young chap who was well built and അനീതിയെ ചോദിക്കുന്നു, ഇല്ലെങ്കിൽ ഹൂ ഇസ് ഇൻ എ ഡെത്ത് ട്രാപ്പ്. ഇതൊക്കെ ഇപ്പോഴാണ് കുറേയും കൂടെ ഈ അഡോളസൻസും ടീനേജ് ആൾക്കാരുടെ കഥകൾ കൂടുതൽ വരുന്നത്. സോ മേ ബി അന്ന് അങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ നടന്ന് ഇതായ. ബട്ട് I wasn't there for a long time, around 10 years or something. I had grown up also, I had changed. So now I'm fitting into the shoes of other grown up characters. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഈ പറഞ്ഞ ഏജിങ് സാധനം കഴിഞ്ഞാൽ പെട്ടതലേക്ക് ആയി കഴിഞ്ഞാൽ അച്ഛൻ അമ്മാവൻ എന്നുള്ള ആ സാധനത്തിലേക്ക് പോയി. അതിൻ്റെ മുകളിൽ ഏജ് ആയി കഴിഞ്ഞാൽ അപ്പൂപ്പൻ. സോ അത് നിൽക്കുന്നില്ലല്ലോ. നമ്മൾ എല്ലാ കാറ്റഗറിയിലും നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് ചിലപ്പോൾ അങ്ങനെ അപ്പൂപ്പന്മാരുടെ കഥകൾ സാധനങ്ങൾ പറയാൻ കൂടുതൽ ഉണ്ടാവുമായിരിക്കും. ഇഫ് യു ലുക്ക് അറ്റ് ഹോളിവുഡ് ഓൾസോ ആ ഒരു സാധനം ഉണ്ടല്ലോ. നമ്മുടെ
ഭീകരമായ ആക്ടർ. ഗോഡ്ഫാദർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ്. യെസ്, ഇത് മെർലിൻ ബ്രാൻഡോ. മെർലിൻ ബ്രാൻഡോ. He started off as a very smashing and looking guy. അതുണ്ട് അങ്ങനെ പുള്ളിയുടെ എൻഡില് സാരം വരെ പോകുന്നുണ്ട്. അങ്ങനെ മേ ബി വി ക്യാൻ ആസ് ആക്ടേഴ്സ് വി ക്യാൻ കം ബാക്ക്. വി ആർ ഓൾവേസ് അറൗണ്ട്. പക്ഷെ ഫില്ല് ചെയ്യേണ്ട ഷൂസ് ഏതാണെന്നുള്ളത് ഡിഫൈൻഡ് ആവും. അതെ, ഇപ്പൊ നമ്മുടെ ഇവിടെ പറഞ്ഞാൽ പോലും അമിതാഭ് ബച്ചൻ ഒക്കെ അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ നന്നായിട്ടല്ലേ. യെസ്. ഈ സിദ്ധാർത്ഥിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പം ആദ്യഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ എപ്പോഴുള്ള സ്പിരിറ്റ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഭ്രമയുഗം വന്നു. പക്ഷേ അതിനെയും പൊളിച്ച് ആ ഒരു ഷെല്ലിന്ന് പുറത്തു വന്ന ക്യാരക്ടറാണ് സൂക്ഷ്മദർശിനി. ഈ മൂന്നും ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ സ്പിരിറ്റും ഭ്രമയുഗവും ആട്ടെ, രണ്ട് ലെജൻസിന്റെ ഓപ്പോസിറ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസും ഓർമ്മകളും ഭയങ്കര അന്തരമുള്ള എക്സ്പീരിയൻസ് ആണ്. എന്ന് പറഞ്ഞാൽ മോശവും നല്ലതും നല്ല ഞാൻ അന്തരം ഉദ്ദേശിച്ചത്. ഞാൻ അന്തരം എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഗോയിങ് അപ്പ് ആകുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ്സ് നമ്മൾ മനസ്സിലാക്കുന്നു. സ്പിരിറ്റ് ഹാപ്പൻഡ് ഇൻ 2013, 2012 നിദ്ര റിലീസായ. അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് എനിക്ക് വന്ന ഒരു വേഷമായിരുന്നു സ്പിരിറ്റിലെ വേഷം. അപ്പോൾ ആ പീരീഡാണ് ജസ്റ്റ് ഹിറ്റിംഗ് മൈ 30s. അത് കഴിഞ്ഞ് ഭ്രമയോഗം നടക്കുമ്പോൾ ഓൾമോസ്റ്റ് 10 കൊല്ലത്തിൻ്റെ അന്തരം എനിക്കുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിനും എൻ്റെ അപ്രോച്ചിനും ഒക്കെ നല്ല മാറ്റങ്ങളുണ്ട്. സോ എനിക്ക് കൂടുതലും അതാണ് തോന്നിയിട്ടുള്ളത്. രണ്ട് ഇതിലുള്ള പിന്നെ ബോത്ത് വെൽ റിട്ടേൺ ക്യാരക്ടേഴ്സ്. സോ നമ്മൾ അതിനൊരു ഫോം കൊടുത്തപ്പോൾ ജസ്റ്റ് റിയലി ക്ലിക്ഡ്. അതിലാണ് അതിൻ്റെ സാര കിടക്കുന്നത്. ഈവൻ ഇൻ സൂക്ഷ്മദർശിനി ആ ക്യാരക്ടറിൻ്റെ സാധനവും ഇതും അവിടെ ഒരു ബേസായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് നേരെ exact opposite of what I had done in Brahmayogam, and it was coming in the same year. I was really excited. ഇങ്ങനെ ഒരു ഹൈ എക്സ്ട്രീംസിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത്. even I was extremely happy, and I'm also lucky that things came up like that. Yes. അത് ആ ടൈമിൽ അത് വന്നു വീണതിൽ I am really lucky. ഇപ്പം സ്പിരിറ്റ് കാണുമ്പം ഒരു വെൽ റിട്ടൺ ആണ്. അതേസമയം എങ്ങനെ എഴുതിയോ അത് ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷെ ഭ്രമയുഗത്തിലേക്ക് വരുമ്പം സ്വന്തമായിട്ടൊരു സ്പേസ് ഉണ്ടാക്കി ഒരു മീറ്റർ പിടിച്ച പോലെയൊക്കെയാണ് നമുക്ക് തോന്നുക. കാരണം അത് പല മൂഡ്, ഒറ്റയടിക്ക് പെരിഫറലായിട്ട് നോക്കിയാൽ ഒരു മൂഡാണെങ്കിലും അതിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഉണ്ട്. അത് താങ്ക്സ് ടു രാഹുൽ സദാശിവനാണ്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ സീനിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഡയലോഗ്സ് പറയുന്നതിൻ്റെ രീതിയൊക്കെ ഇത് ചെയ്യുമ്പോഴൊക്കെ പുള്ളിയായിട്ടിരുന്നിട്ടുള്ള ഡിസ്കഷൻസും സാധനങ്ങളും. അപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ പോലും വാട്ട് ഈസ് ഗോയിങ് ഇൻസൈഡ് മൈ ഹെഡ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ വുഡ് ഹാവ് ആൻസേഴ്സ്. അപ്പോൾ ഞാൻ അത് ചിന്തിച്ചിരുന്നാൽ മതി അവിടെ. അപ്പോൾ അത് മുഖത്ത് വരുമ്പോഴുള്ളൊരു സാധനമായിരുന്നു. സോ ദാറ്റ് വാസ് അനദർ ലേണിംഗ് ടു. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ചോദ്യവും ഉത്തരങ്ങളും ഉണ്ടായ ശേഷം ഇവോൾവ് ചെയ്തെടുത്ത അല്ലേ? ആണ് അത്തരം ഒരുപാട് ചോദ്യങ്ങളും സാധനങ്ങളും നമ്മൾ എന്താണ്. അപ്പം നമുക്കും കൂടുതൽ ഐഡിയ കിട്ടും നമ്മൾ എവിടെയാണ് നിൽക്കുന്ന, വാട്ട് ഹീ ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു, നമ്മളെന്താ ചെയ്യേണ്ടതെന്നുള്ളതിൽ നമുക്കൊരു ധാരണ വരും. അതിലൂടെ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മുമ്പേ പറഞ്ഞ പോലെയുള്ള ഇംപ്രവൈസേഷൻസ് സാധനങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസ്കഷൻസും സാധനങ്ങളൊക്കെ വരും. സോ ദാറ്റ് വാസ് വെരി ഹെൽത്തി, വെരി നല്ലൊരു ലേണിംഗ് കർവ് ആയിരുന്നു. സൂക്ഷ്മദർശിനിയിലെ കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്ക് തോന്നായിരുന്നു നിദ്രയിലെ ആള് വളർന്ന് വേറൊരു സ്പേസിൽ എത്തിയിട്ട് ഈ കഥാപാത്രമായിരുന്നു. ഈ സ്പിൻ ഓഫ് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് അല്ല, അതിലൊരു എക്സെൻട്രിക് സാധനം ഉണ്ടല്ലോ ഇതിലേക്ക് വരുമ്പോഴേ. ഇല്ല, അങ്ങനെ ഒരു എക്സെൻട്രിക് ആയിട്ട് നമ്മൾ പിടിച്ചിട്ടില്ല. ഇയാളൊരു ഹി വാണ്ടഡ് ടു ഹെൽപ്പ് us. See, basically we are coming to again ആ പടത്തിൻ്റെ മെയിൻ ഇൻട്രീഗിങ് സാധനം എന്നെ അട്രാക്ട് ചെയ്ത ഹോണർ കില്ലിംഗ്. അപ്പം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ മാറ്റിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ സോൾ ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടറിനെ ഇങ്ങനെ ഭയങ്കര ഭീമാകരമായിട്ട് കാണിച്ചിട്ട് പക്ഷെ നത്തിങ് ഇൻസൈഡ് ഹിസ് ഹെഡ് എന്നുള്ളതിൻ്റെ ഒരു സാധനം ദാറ്റ് വാസ് വെരി അണ്ടർലൈൻഡ്. ഇപ്പം ഞാനത് പറഞ്ഞതിന് ശേഷമായിരിക്കും അത് വരുന്നത്. ബട്ട് വി ആർ ഓൾ അഗെയിൻസ്റ്റ് ഓണർ കില്ലിംഗ്. ആൻഡ് എന്നെ ആ പടത്തിലേക്ക് അട്രാക്ട് ചെയ്ത ഒരു മെയിൻ സാധനം ആ ട്വിസ്റ്റ് ആയിരുന്നു.
എനിക്ക് ഭയങ്കരമായിട്ട് അത് വർക്കായിരുന്നു കഥ കേട്ടപ്പോൾ. ഡാം കൂടിയാണ് അതുവരെ ഞാനിങ്ങനെ ഒക്കെ പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഐ വാസ് ലൈക്ക് റിയലി we need to say that we need to speak up against those kind of atrocities. അങ്ങനെയൊക്കെ ഈ ഫിലിംസിലൊക്കെ ഇതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുമ്പോഴായിരിക്കാം അതിൻ്റെ ഡിഫറൻസ് സൊസൈറ്റിയിൽ കുറച്ച് കാലം കഴിഞ്ഞ് റിഫ്ലക്റ്റ് ചെയ്ത് വരും. ഇപ്പോഴേ ഇമ്മീഡിയറ്റ്ലി നടക്കില്ല, അതൊക്കെ ഈ സിനിമയിലൂടെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി അങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത്. അല്ലാതെ അത് കടയുടെ മുമ്പിലോ വിൽക്കുന്ന സ്ഥലത്തൊന്നും ഇതൊക്കെ ഇല്ലല്ലോ, സിനിമയിൽ മാത്രമല്ലേ ഉള്ളൂ. ആൻഡ് ദേ ആർ സേയിങ് കിഡ്സ് ആർ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിസ് കൈൻഡ് ഓഫ് സ്റ്റഫ്. സോ സിനിമ ഹാസ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദാറ്റ് കേസ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ അടുത്തൊരു വിഷയം ഉണ്ടായത്, ഒരു ഈ ലൈവ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലുള്ള ഒരാൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയും ഒരു കുട്ടിയാണ് അപ്പോൾ ഈ ടോയ്ലറ്റിൽ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്ന് പറയുകയും അത് ആങ്കർ അതിനെ ആഘോഷിക്കുകയും എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചതിനെ സില്ലിയാക്കി വിട്ടപ്പം വലിയ ചർച്ചകളുണ്ടായി. അതായത് നമ്മൾ കണ്ട സിനിമകളിൽ നായിക ഡ്രസ്സ് മാറുന്ന ഒളിഞ്ഞു നോക്കുന്ന നായകന്മാരുണ്ടായിരുന്നു, ഗ്രാജുവലി അവർ പ്രണയത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നായിക ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നായിക നന്നാവുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അതിനെയും കൂടെ ഫലമായിരിക്കാം ഇന്നത്തെ തലമുറ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ വന്നു. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു കാലത്തെ ആ ഒരു ശീലം ഉണ്ടല്ലോ സിനിമയിലെ, അന്ന് സൊസൈറ്റിയിൽ നടന്നതിൻ്റെ റിഫ്ലക്ഷൻ തന്നെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കാം. സ്റ്റിൽ അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം നമ്മുടെ ഒരു തലമുറയെ എന്നും കൂടി വിചാരിക്കുന്നുണ്ടോ? ഉണ്ട്, നമ്മുടെ ഇപ്പം തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ചർച്ച ആവുമല്ലോ അത്, ഈ ചർച്ച തന്നെയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. പർട്ടിക്കുലർലി ടോക്കിംഗ് അബൌട്ട് ഇങ്ങനൊരു സബ്ജക്റ്റ്, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാനാവുകയാണ് അറിയാതെ. അപ്പോൾ അങ്ങനെയാണ് അല്ലാതെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. വെൻ ദ ടോപ്പിക് ബിക്കംസ് live and hot and people are discussing about that, it will slowly start showing its reflections. അതാ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അല്ല അത് സംഭവിക്കുന്നത്, അതിനൊരു സമയം കൊടുത്ത് അത് പതുക്കെ പതുക്കെ റിഫ്ലക്റ്റ് ചെയ്ത് വരും. ആൻഡ് ഒറ്റ സിനിമയിലല്ല ഈ റിഫ്ലക്ഷൻ നടക്കുന്നത്, മൾട്ടിപ്പിൾ ഫിലിംസ് ആൻഡ് ഓൾ ദാറ്റ് പതുക്കെ പതുക്കെ വന്നിട്ടാണ് ഈ ഒരു ഇൻഫ്ലുവൻസ് മാറുന്നത്. ഇപ്പോൾ there are a lot of dark series and films that have influenced the society to do crime. അല്ലേ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് വിചാരിച്ചാൽ മതി, അത് സംഭവിക്കുമെങ്കിൽ ഇതും സംഭവിക്കും. ഈ നിങ്ങളുടെ ഇന്റർവ്യൂ വരുമ്പോഴേ നമ്മൾ കാണാറുണ്ട് ഡയറക്ടറായിട്ട് വാ ഡയറക്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഡയറക്ടറായിട്ട് വന്നപ്പോൾ ആക്ടറായിട്ട് വന്നു. ആണോ? സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മളെ അഡ്രസ് ചെയ്യുന്നതിലും ഈ പറഞ്ഞ കോൺഫിഡൻസ് തരുന്നതിലും. വി ലൈക്ക് യുവർ ഫിലിംസ് എന്ന് പറയുന്നതിൽ നല്ല സന്തോഷമുണ്ട്, അതിയായ കോൺഫിഡൻസ് കയറുന്നുണ്ട്. പീപ്പിൾ ആർ അപ്രീഷിയേറ്റിംഗ് മീ ആസ് എ ഡയറക്ടർ. സോ ഇറ്റ്സ് ഗുഡ്. ബട്ട് കാര്യങ്ങൾ അതങ്ങനെ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്യും. എന്തുകൊണ്ടാണ് ഒരു അമാന്തം മടി പിടിച്ച് എഴുത്തൊക്കെ വൈകുന്നോണ്ടാണോ? അല്ല, എഴുത്ത് വൈകുന്നതിൻ്റെ ഒന്നും അല്ലപ്പാ, അത് നാലഞ്ചെണ്ണം ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ അല്ല, നമ്മളത് മൗണ്ട് ചെയ്ത് വരുന്നതിൻ്റെ ഒക്കെ ചില വിഷയങ്ങൾ വരും. ആക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി, പരിപാടികൾ. ആൻഡ് ഇപ്പോൾ മൊത്തത്തിലൊന്ന് ഇൻഡസ്ട്രി ഒന്ന് ഷെയ്ക്കനായിട്ട് നിൽക്കണം, ഒന്ന് ക്ലോത്ത്സ് ഒന്ന് ക്ലിയർ ആവണം. ഇപ്പം ചെയ്ത 4 സിനിമയും 4 ജോണേഴ്സാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ജോണേഴ്സ് ഉണ്ട്. 5 ജിന്ന്, അത് ഞാൻ വിട്ടുപോയി. ഓക്കെ, 5. ഇപ്പം ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ സ്റ്റാൻലി കുബ്രിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് സിനിമ കണ്ടിട്ടത്. അപ്പൊ ഞാൻ വെറുതെ ഒരു രസത്തിന്, ആൾക്കാരെ എന്നെ തെറി പറയരുത്, വെറുതെ രസത്തിന് ഇങ്ങനെ സ്റ്റാൻലി കുബ്രിക്കിന്റെ ഇൻസ്പിറേഷൻ എങ്ങനെയായിരിക്കും സിദ്ധാർത്ഥ ഭരതൻ ഉണ്ടായിട്ടുണ്ടാവുക നോക്കരുത്. അപ്പം കില്ലിങ്ങിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ശരിയാണ്, മറ്റേ ബാങ്കുള്ള വർണ്ണത്തിൽ ആശങ്ക പറയുമ്പോൾ. അതുപോലെ വേറൊരു സിനിമ, ഓക്കെ, പുള്ളി ഒരു ഇറോട്ടിക് സിനിമ ഐസ് വൈറ്റ് ഷർട്ടാന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ എങ്ങനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കായിരുന്നു. അല്ല, ഞാൻ ഓവേർട്ട്ലി ക്യൂബ്രിക്കിൻ്റെ പരിപാടികൾ നിന്നല്ല, പുള്ളിയുടെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഇൻഫ്ലുവൻസും ക്യാരക്ടേഴ്സിൻ്റെ ഇതും പുള്ളിയുടെ ചില ഷോർട്ട് പരിപാടികളും ഹൗ ഈസ് എഡിറ്റിംഗ് ഇറ്റ് ആൻഡ് ബ്രില്യൻ്റ് ആണ്. അതിൽ ദർ ഇസ് നോ ഡൗട്ട്. ആ മീഡിയം ഓഫ് മൂവിങ് ഇമേജസ് വെച്ചിട്ടുള്ള ഒരു കളിയാണ് പുള്ളി കളിക്കുന്നത്. അപ്പം അതൊക്കെയാണ്, അല്ലാതെ ഡയറക്ട്ലി
അല്ല അത് ഞാൻ തമാശക്ക്. അപ്പൊ അങ്ങനെ കുബ്രിക്ക് മാത്രമല്ല പലരും, അച്ഛനൊക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ജിന്നൊക്കെ ചെയ്യുമ്പോൾ പല ഷോട്ട്സ് ഞാൻ എടുക്കുമ്പോൾ ചിലതൊക്കെ അതിൽക്കൂടെ ആട്രിബ്യൂട്ട് ആയാലും ഇപ്പോൾ ഒരു മറ്റേ സോങ്ങിൽ ഇവന്റെ ഒരു ഡിപ്രഷൻ സോങ് ഉണ്ട് സൗബിന്റെ. അപ്പോൾ അതിൽ പുള്ളി ഇങ്ങനെ ഒരു എനിക്ക് വന്നിട്ട് ട്രെയിനിന്റെ അടുത്ത് ഇവനിരിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഒരു ഹൈ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിന് ഇവനിരിക്കുന്ന അവിടെ അതിൻ്റെ അടുത്ത്. അതിൻ്റെ ഒരു ഇനർഷ്യ ഉണ്ടാവില്ലേ, കാറ്റിൻ്റെ ഒരു അത് ഐ വാണ്ടഡ് ടു ലൈക്ക് അവൻ്റെ ഒരു സൂസൈഡ് തോട്ട് അവൻ ചെയ്തില്ല. ആസ് ദ ട്രെയിൻ അപ്രോച്ച് he pulled back എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ്. ദിസ് വാട്ട് ഐ വാണ്ടഡ് ടു ഷൂട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഗുഹയൊക്കെ കണ്ടെത്തി ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഗുഹ പോലെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. വി ടുക്ക് എ ഷോട്ട് നടന്നു വരണൊക്കെ ആയിട്ട് സിൽ ഔട്ടിലൊക്കെ. അപ്പൊ എനിക്ക് അത് മറ്റേ വൈശാലിയായിട്ട് അപ്പൊ തന്നെ ഇതുപോലത്തെ ഒരു സാധനം നമ്മുടെ DNA ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ വെരി പേഴ്സണൽ തോട്ട്സ് ആണ്, ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അപ്പൊ ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ റിഫ്ലക്ഷൻസ് വരും. ഇത് മറ്റേ ഇതായിരുന്നല്ലോ, ഇതില് ചില സീൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഇൻഫ്ലുവൻസ് വരാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കഥ ചേട്ടാ നമ്മൾ മറ്റേ ഇയാൾ ചെയ്തൊരു പടമുണ്ട്, അതിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഏരിയയിൽ ഈ ക്യാരക്ടർ ഇങ്ങനെ സംസാരിക്കുന്ന ആ ഡയലോഗ് പറയണത് എന്നൊക്കെ പറഞ്ഞു. സോ ഇതെല്ലാം അമാൽഗേറ്റഡ് ആണ്, ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ഇതിന് വേണ്ടി എന്നുള്ളതില്ല. നമ്മൾ കാലാകാലമായി കണ്ടിട്ടുള്ള എല്ലാം കൂടെ ചില സമയത്ത് ഏതായാലും ഒരെണ്ണം റിഫ്ലക്ട് ചെയ്യും. ഇതിങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളതിന്റെ ഒരു സാധനമുണ്ട്. എന്നാലേ ഇത് പുറത്തേക്ക് വരും. ഇൻപുട്ട് കൊടുത്താലേ ഔട്ട്പുട്ട്. അതിപ്പോ ഈ സിനിമ കാണുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടന്റ് ആണല്ലോ. പൊതുവേ ഒരു കാണൽ അതിന്റെ ഒരു ശീലം എങ്ങനെയാ? എത്ര സ്റ്റാൻലി കുബ്രിക്കിനെ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പുറത്ത് സിനിമകൾ കാണുകയാണെങ്കിൽ എത്ര? ഞാൻ എന്താ പറയണ, നിദ്ര കഴിഞ്ഞ് ചന്ദ്രേട്ടനെ എവിടെയാ വർണ്ണിത്തലാശങ്ക വരെയൊക്കെ അത്യാവശ്യം കുറച്ചധികം ഫിലിം, ഐ മീൻ നിദ്ര വരെയാണ് കുറച്ചധികം ഫിലിംസ് കണ്ടുകൊണ്ടിരുന്നത്. ആക്ച്വലി ഫെസ്റ്റിവൽസ് ഒക്കെ കവർ ചെയ്ത് കുറേ അധികം ഫിലിംസ് കണ്ടുമായിരുന്നു. ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാവുമായിരുന്നു ഇതിന്. ആൻഡ് ഐ യൂസ് ടു ഗോ എക്സ്ട്രീംസ്. മറ്റേ ഹൈ എൻഡ് മറ്റേ എന്താ പറയണ, ഒരു ഈ റോട്ടർഡാം ഫെസ്റ്റിവലിലൊക്കെ പ്ലേ ചെയ്യണ പോലെ വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഫിലിംസും പോവും. ഇല്ലെങ്കിൽ മറ്റേ ചില ആർട്ട് ഹൗസ് ഫിലിംസും കാണും. നേരെ ഇപ്പുറത്തുള്ള പരിപാടിയും കാണുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഫിലിംസ് കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ. ബട്ട് ഇതൊന്നും റിഫ്ലക്ട് ചെയ്തിട്ടില്ല അതല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് നാള് ആ ഒരു ബ്രേക്ക് പിന്നെ ഇങ്ങനെ കുറച്ചായി. പിന്നെ ഇപ്പോൾ കുറച്ച് ഫിലിംസ് ആണ് വെരി സെലക്റ്റീവ് കാണല്. ഒരു കൈൻഡ് ഓഫ് ഫിലിംസ് കണ്ടതിൻ്റെ ഒരു സാച്ചുറേഷൻ ആണോ എന്താണെന്ന് അറിഞ്ഞൂടാ. മേ ബി സംതിങ് ലൈക്ക് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി. ബട്ട് കാണാൻ ഇപ്പോഴും കുറെ കാണാറൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ അന്ന് കണ്ടതിനെക്കാട്ടിലും സ്പീഡ് കുറവാണ്. ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഹൊറർ ചെയ്ത് ഇപ്പം ഭാർഗവി നിലയം ചെയ്യുന്ന ആദ്യം ഒരു പ്ലാനും ഉണ്ടായിരുന്നല്ലോ അല്ലെ സിനിമയിൽ വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത സീരിയസ് ആയിട്ടുണ്ടോ? ഉടനെ പ്രതീക്ഷിക്കാവോ? ഹൊററോ? ഹൊറർ ഒന്നല്ല, എല്ലാം പ്രതീക്ഷിക്കാം. ലവ് സ്റ്റോറി പ്രതീക്ഷിക്കാം, ഒരു നല്ലൊരു കോമഡി ഫിലിം പ്രതീക്ഷിക്കാം, ദർ ഇസ് എ ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ അഡ്വഞ്ചർ ഫിലിം. സോ ഇതൊക്കെ ഇങ്ങനെ എഴുതിയാടെ വെച്ചിട്ടുണ്ട് പല പല. ഫാമിലി ഡ്രാമ ഉണ്ട്, വെരി നൈസ് ഫാമിലി ഡ്രാമ. ഞാനും വിനോയ് തോമസും വർക്ക് ചെയ്ത പുള്ളിയുടെ തന്നെ നോവൽ മറ്റേ പുറ്റി എന്നുള്ള ഒരു ചാപ്റ്റർ എടുത്തിട്ട് ഞങ്ങൾ റീവർക്ക് ചെയ്തിരുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഒരു കുറച്ച് ഫിക്ഷൻ ലവ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് സന്തോഷിക്കാനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ലിറ്ററേച്ചർ വർക്കുകൾ ഇറങ്ങുന്നതിൽ ഇങ്ങനെ വായിച്ച് സിനിമയ്ക്ക് കഥ തേടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സും നടക്കുന്നുണ്ടോ? സിനിമയ്ക്ക് കഥ തേടുക എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് വായിച്ചിട്ടുള്ള എല്ലാം ഫ്ലോപ്പ് ആയിട്ടേ ഉള്ളൂ. ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ വായിച്ചതല്ലാതെ അറ്റ്ലീസ്റ്റ് ആർക്കെങ്കിലും കൂടിയെന്ന് പറയാം. ഇല്ല, അങ്ങനെ വലിയ ഒരു ഭയങ്കര ബുക്ക് ഒന്നും അല്ല ഞാൻ. എനിക്ക് ചില സെലക്റ്റീവ് ടോപ്പിക്സ് ഞാൻ ഭയങ്കരമായിട്ട് ഡിഗ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിക്കാനുള്ള പദ്ധതികൾ നോക്കുക. ഭയങ്കര ഒരു ഹിസ്റ്ററി ബഫാണ് ഞാൻ. അപ്പോൾ ഈ ഹിസ്റ്ററിയിൽ ഉള്ള എവല്യൂഷൻസും സാധനങ്ങളും, ഹൗ കിങ്ഡംസ് ആൻഡ് ഓൾ ദാറ്റ്.
അതിൽ മനു എസ് പിള്ളയുടെ ഒക്കെ ബുക്സ് ഞാൻ 2-3 കണ്ട് വായിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ പുള്ളിയുടെ ഒരു റെബൽ സുൽത്താൻസ് എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു ഐ ഓപ്പണർ ബുക്കായിരുന്നു. ലൈക്ക് ഐ ഹവ് ഹേർഡ് അതുവരെ മറ്റേ 5 സുൽത്താനേറ്റ്സ് അറൗണ്ട് വിജയനഗര എംപയർ, ബിജാപ്പൂർ, ഗോൾക്കൊണ്ട, അങ്ങനെ അഹമ്മദ് നഗർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചതൊക്കെ ലൈക്ക് വാട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ്സ്, ബട്ട് വി ന്യൂ നത്തിങ് മച്ച് അബൌട്ട് ദിസ്. മറ്റേ ആദിൽ ഷാ ബിജാപ്പൂർ എന്നൊക്കെ അത്രയൊക്കെ തന്നെ കേട്ടിട്ടുള്ളത്. ബട്ട് ദിസ് ബുക്ക് ത്രൂ എ ലോട്ട് ഓഫ് ലൈറ്റ്സ് ഇൻ ടു ദ ഹോൾ ലൈഫ് ഓഫ് എവറിഡേ ലൈഫ് പോലും എങ്ങനെയായിരുന്നു ഈ കിങ്ഡംസിനകത്ത്, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഇന്ററാക്ഷൻസ്, ഹൗ ദീസ് കിങ്സ് കെയിം ടുഗദർ ആൻഡ് വെന്റ് അഗെയിൻസ്റ്റ് വിജയനഗര പോലത്തെ ഒരു സാധനം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനം. നമ്മൾ മനുഷ്യർ നമ്മളെ പോലെ, ഞാനും നിങ്ങളെ പോലെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ആയിരുന്നു അന്നും ഉണ്ടായിരുന്നു. സോ വെരി ഇൻട്രസ്റ്റിംഗ്. ലൈക്ക് നിങ്ങൾ ഹംപിയിലൊക്കെ പോയിട്ടുണ്ടോ? ഹംപിയിൽ പോയാൽ ലൈക്ക് അന്നത്തെ മെട്രോപോളിസ് ആണെന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈം ട്രാവൽ ഒക്കെ അടിക്കുന്നല്ലോ അവിടെ ഇരുന്ന് നിൽക്കുമ്പോഴൊക്കെ ചില വാൾസിന്റെ ഒക്കെ ഇടയിൽ കൂടെ പഴയ പോകുമ്പോൾ അമേസിങ് ആക്ച്വലി. നമ്മൾ പോയത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കുറെ ഒരു 400-500 years ബാക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ. ഇറ്റ്സ് അമേസിങ് റിയലി. അപ്പോൾ എനിക്ക് ഐ ഗെറ്റ് എക്സൈറ്റഡ് വിത്ത് ഓൾ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഈ ഫിക്ഷനേക്കാൾ കൂടുതൽ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾക്കായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യാറ്. ഇതിനകത്ത് തന്നെ നല്ല ഫിക്ഷൻ, ഫിക്ഷനെക്കാട്ടിലും സ്ട്രേഞ്ച് ആണ് ഈ സാധനം. ഫിക്ഷനിൽ പറയാത്ത ഫിക്ഷനിലും അങ്ങേറ്റ ഇത് ഫിക്ഷൻ ഇതായിരുന്നില്ലെങ്കിൽ ഇത് ഫിക്ഷനാതെ പറയുന്നത്. ജീവിതം ചിലപ്പോ ഫിക്ഷനേക്കാൾ അത്ഭുതമാണെന്നൊക്കെ പലരും, സിനിമയേക്കാൾ അത്ഭുതമാണെന്ന് പറയാറുണ്ടല്ലോ. സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. അതെ. ഇപ്പം നമ്മുടെ ചതുരം വന്നപ്പോഴേ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല സീനിയർ ഡയറക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഭരതൻ സാറിനെ എവിടെയൊക്കെയോ കണ്ടു അങ്ങനെ. അപ്പം ആ രീതി ഇപ്പൊ അച്ഛൻ്റെ സിനിമകളെ ഏതാ നല്ലത് എന്നൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ഓർക്കുമ്പോൾ ചില സിനിമകൾ മനസ്സിലിങ്ങനെ വരും, താഴ്വാരം പോലെ അത്രയും ദുരൂഹമായ ചില സിനിമകൾ. അതിലിങ്ങനെ ഒരു ഫാസിനേറ്റ് ചെയ്തൊരു എലമെന്റ് എപ്പോഴും നിൽക്കുന്നത് കൂടെ, അങ്ങനെ ഉണ്ടോ? എപ്പോഴും കൂടെ നിൽക്കുന്നതേ പുള്ളി ഈ ഹ്യൂമൻ ലൈഫ്സിനെ എക്സ്പ്ലോർ ചെയ്തേക്കണ ഒരു പരിപാടി. ക്യാരക്ടേഴ്സ് വളരെ ഗ്രൗണ്ടഡ് ആണ്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, ഫ്ലോഡ് ക്യാരക്ടേഴ്സാണ്. എന്നിട്ട് അതിനെ വെച്ചിട്ട് അവർ ഫൈറ്റ് ചെയ്യണം അവരുടെ. അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ബേസ് സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളും അങ്ങനെ ക്യാരക്ടേഴ്സിനെ അങ്ങനെയാണ് ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്തിയിട്ടുള്ള ഒരു ലൈനിലാണ് നമ്മളും ഇത് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ അമരത്തിൽ പുള്ളി എഴുതിയത് ഒന്നല്ല, ബട്ട് സ്റ്റിൽ ഈ മമ്മൂക്കയുടെ ക്യാരക്ടർ മുരളി സാറിൻ്റെ അടുത്ത് പറയുന്ന ഒരു ഇതുണ്ട്, അച്ചുവാണ് കൊന്നതെന്ന് തോന്നുന്നു, ഒറ്റ അടിയിൽ കൊന്നോളെന്ന് പറയാനായിട്ട്. ഭയങ്കര ഡെപ്തുള്ളൊരു ഇതാണ്. അതായത് ഞാൻ ഇനി എണീക്കരുത്, ഇതോടുകൂടി കഴുതേക്കണത്, അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ. അപ്പോൾ മുരളീധരൻ്റെ ക്യാരക്ടർ യു വിൽ ജസ്റ്റ് ക്രംബിൾ, ഒട്ടഞ്ഞു പോവുകയാണ്. അതാണ് അത് ഭയങ്കര ഒരു മൊമെൻ്റാണ് അത് രണ്ട് ആൾക്കാരുടെ ഇടയിൽ. അപ്പം അത്തരം സാധനങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ആ എമോഷണൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, ശരിക്കും അതിനെ വി ഷുഡ് എന്താ പറയുന്നത്, വി ഷുഡ് സെലിബ്രേറ്റ് ദാറ്റ് ഹ്യൂമൻ കണക്ഷനിലില്ല. അപ്പോൾ അതുപോലെ ഈ പാഥേയം പറയുമ്പോഴേ അയാള് ശരിക്കും പറയാ സ്ത്രീയോട് ചെയ്തത് വലിയ ക്രൂരതയും ഒക്കെയാണ്. പക്ഷെ ഇപ്പുറത്ത് അയാളുടെ വിപ്ലവത്തെ ഒറ്റ കൊടുത്തു എന്നുള്ള റീസൺ അയാൾക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും അയാളോട് താതാത്മ്യപ്പെടുകയും ചെയ്യും. ഭയങ്കരമായൊരു ഫ്രിക്ഷൻ വരുന്നുണ്ടല്ലോ അവസാനം. അപ്പൊ ആ ക്യാരക്ടർ രണ്ടുപേരിലൂടെ സഞ്ചരിക്കുന്നത് ഭയങ്കര അത്ഭുതമായിട്ട്. അതെ അതെ. അന്ന് ഐ റിമെമ്പർ അത് ചെയ്യുന്ന സമയത്ത് പുള്ളി കുറെ റെഫറൻസ് എടുത്തിരുന്നു. ക്രാമർ വേഴ്സസ് ക്രാമർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് ഫിലിം റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹി വാസ് റീഡിങ് ത്രൂ രാവണാസ് ഹിസ്റ്ററി. രാവണ സീരാതുള്ളൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. സോ അതാണ് ഐ ഹവ് സീൻ മൈ പാരൻസ് ഓൾസോ ഡു ഹോംവർക്ക് ഫോർ ദ വർക്ക്. അവരുടെ ഒരു വർക്കിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്. സോ മേ ബി അതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആൻസറിങ് യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു ഹോംവർക്ക് എന്നുള്ളത് അത് കണ്ടാണല്ലോ വളരെ. ഈ അന്ന് അച്ഛൻ്റെ സിനിമകൾ ഇറങ്ങുന്ന സമയമൊക്കെ ഓർമ്മയുണ്ട്. 15 വയസ്സോടുകൂടി അല്ലേ അപ്പോഴാണ്. പക്ഷെ പൊതുവെ റിലീസുകൾ എങ്ങനെയാ അപ്പം സിനിമ ഹിറ്റ് ആവുന്നതോ അല്ലെങ്കിൽ ക്യാരക്ടറിനെ ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ല, അത്തരം ചിന്തകൾ അച്ഛനെ ടെൻഷൻ ആക്കിയിട്ടുണ്ടോ? അല്ല, നിങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല? ഇല്ല, അത്തരം സംസാരങ്ങൾ വീട്ടിലുണ്ടാവും? ഇല്ല.
അത്തരം സംസാരങ്ങൾ എൻ്റെ അടുത്ത് ഉണ്ടാവുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ 15 വയസ്സുകാരൻ്റെ അടുത്ത് എന്നാലും അതായത് പുള്ളി മരിക്കുമ്പോഴാണ് എനിക്ക് 15. Yes. ഈ സാധനമൊക്കെ നടക്കുമ്പോൾ 13-12 വയസ്സ്. എൻ്റെ അടുത്ത് പുള്ളി എന്തിനു പറയുന്നത്? ഞാനത് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? പക്ഷെ ഇപ്പൊ ചിലപ്പോ വീട്ടിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കാം. അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടായിക്കൂടായില്ലല്ലോ. അത് ഉണ്ടായിക്കൂടായില്ല, ഉണ്ടായിട്ടുണ്ടാവും, ഉറപ്പാണ്. പക്ഷെ അതൊന്നും നമ്മുടെ തലയിൽ രജിസ്റ്റർ ആവണമെന്നില്ലല്ലോ. ബിക്കോസ് ദേ ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഗെറ്റിംഗ് മീ എ സ്പൈഡർമാൻ ഔട്ട്ഫിറ്റ് ഓർ ഗോയിങ് ടു ഡിസ്നിലാൻഡ് ഫോർ വെക്കേഷൻ. അതല്ലല്ലോ അവർ സംസാരിക്കുന്നത്. അത് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്യില്ലല്ലോ. ഷിവൻ അങ്ങനെ ഓർമ്മയുണ്ടോ വീട്ടിലൊക്കെ? നിങ്ങളൊരു പ്രോഡിജി കണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ എനിക്കൊരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതിന് ശേഷം തൊട്ടേ നമ്മൾ ചെയ്ത സിനിമകൾ ഭയങ്കരമായിട്ട് രസം തോന്നുകയും അതിന്റെ മേക്കേഴ്സ് സംസാരിക്കുന്നത് എന്താണെന്ന് ആലോചിക്കുകയോ ഓർമ്മിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ സ്വന്തം വീട്ടില് അങ്ങനെ ഒരു ട്രഷർ ഉള്ളപ്പോ അല്ല ഞാൻ അതാണ് ഞാൻ പറയണത്. എനിക്ക് വൈശാലി കണ്ടപ്പോ വലിയ ഇതൊന്നും തോന്നിയില്ല. അത് 9 years or 10 years സത്യത്തിൽ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ അവര് കിസ് ചെയ്യുമ്പോ നമ്മുടെ കണ്ണടയ്ക്കുമല്ലോ, അപ്പൊ എന്താ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അതല്ലാതെ എനിക്കൊന്നും മനസ്സിലായില്ല. ഒരാള് ഇങ്ങനെ പോകുന്നു വരുന്നു, അയാളാണെങ്കിൽ മാനിനെ പോലെ വെള്ളം കുടിക്കുന്നത്. എനിക്ക് ഇതിലെന്താ പക്ഷെ നമ്മളൊരു പോയിന്റ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വാട്ട് എ ബ്യൂട്ടിഫുൾ വർക്ക് ദാറ്റ് ഈസ്. ബിക്കോസ് അന്ന് അങ്ങനെയാണ്. ലൈക്ക് നമുക്ക് ആ ലോകം ഇല്ലല്ലോ. ഇപ്പോൾ എന്നെ പണ്ട് കായംകുളത്ത് കരിയിലക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, ലക്ഷ്മി ടാക്കീസ് എന്ന് കണ്ട പറഞ്ഞു. അവിടെയൊക്കെ എൻ്റെ അമ്മാവൻ, അന്ന് ഞങ്ങൾ വെക്കേഷൻസിന് കണ്ട നാട്ടിൽ നിൽക്കണം. അപ്പം എൻ്റെ അമ്മാവനാണ് സന്ദേശം പടം കാണാൻ കൊണ്ടുപോയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറടിച്ച് പടം. എല്ലാവരും എനിക്ക് മനസ്സിലാകത്തില്ല ഇതിന്റെ എന്താണ് ഈ പൊളിറ്റിക്കൽ ജോക്സ് എന്ന്. ബട്ട് ലേറ്റർ ഓൺ ഐ ഗ്രൂ അപ്പ് ഐ ഡിഡ് എ ഫിലിം കോൾഡ് വർണ്ണിതലാശിക, ഡയറക്ട്ലി ലൈക്ക് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട്. അപ്പൊ വാട്ട് എ ജെം ദാറ്റ് ഈസ് എന്ന് എനിക്ക് അപ്ലൈ മനസ്സിലായി. അപ്പൊ നിങ്ങൾ ചോദിച്ച സാധനത്തിന് നമുക്കത് കത്തുകയല്ല ആ സമയത്ത്. എന്ത് പറയാനാണ് ഇതിനകത്ത്? ഓക്കെ, ഈ റീവിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുടെ സിനിമകൾ ഏതായിരിക്കും? അച്ഛൻ്റെ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എല്ലാം പറ്റിയ പിന്നെ ഇടയ്ക്ക് ഏതെങ്കിലും റെഫറൻസ് എടുക്കുമ്പോഴോ മ്യൂസിക് റെഫറൻസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പുള്ളിയുടെ എല്ലാ ഫിലിംസിലും ഭയങ്കരമാണ്. എസ്പെഷ്യലി ജോൺസൺ മാഷ് ചെയ്തേക്കുന്ന പലതും. അപ്പം അതൊക്കെ ഇടയ്ക്ക് ഇന്ന് കാണും. ചില സീൻസ് നമ്മൾ കൺസീവ് ചെയ്തേക്കുന്ന, അപ്പോൾ അതിൻ്റെ റെഫറൻസുകൾ ഇറ്റ് ബി ദയർ. അത് മിക്സ് ആൻഡ് മാച്ച് ആണ്. എപ്പോഴും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഇടയ്ക്ക് ഉണ്ടാവും. ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം പണ്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറ് തബല കൊട്ടി, കലാമണ്ഡലം ഹൈദരലി സാറ് കഥകളി സംഗീതം വായിച്ച്, സാറ് പാട്ടുപാടി, അങ്ങനെ ഒരു ഈവനിങ്സും ഭയങ്കര ക്രിയേറ്റീവായ വൈകുന്നേരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള സമയമുണ്ടെന്നൊക്കെ. ഇപ്പോൾ ഈ ഇന്നത്തെ ഒരു സൗഹൃദം അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണല്ലോ. പക്ഷേ ഇപ്പം ആദ്യം പറഞ്ഞു അന്നത്തെ പ്രായത്തിൽ ഒന്നും ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് ഈ ചോദ്യം റെലവൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഓർക്കുമ്പോഴേ അത് ഭയങ്കര രസമുള്ള അനുഭവമല്ലേ? അതെ അതെ, രസമുള്ള അനുഭവം തന്നെയാണ്. ഇപ്പൊ ഓർക്കുമ്പോ ഹൈദരാലി സാർ വന്ന് അവിടെ പാടിയിട്ടുണ്ട്. പക്ഷെ അന്ന് അച്ഛൻ്റെ ആരോ ഫ്രണ്ട്സ് കുറെ നേരം പാടുന്നുണ്ട്. നമുക്കെന്തോ അല്ലേ? അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാ എനിക്ക് മാത്രം എന്താ ഡിഫറൻസ് അല്ലേ? ഇപ്പൊ നിങ്ങളുടെ വീട്ടില് കസിൻസ് ഇപ്പൊ എല്ലാരും വരുമല്ലോ. ഈ വല്യച്ഛൻ ചെറിയച്ഛൻ ഇവരെല്ലാം കൂടെ ഒരു സൈഡിലിരുന്ന് ചെയ്യുമല്ലോ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നോക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, അതിലൊന്നും ഇതില്ല. ലൈക്ക് ഓക്കെ, ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ഈ മണി ഷൊർണൂർ എന്ന് പറയുന്ന ഒരു ബ്രില്യൻ ഡ്രാമറ്റിസ്റ്റ് അവിടെ വരാറുണ്ട്. ഹൈദരാലി സാർ വരാറുണ്ട്. കുറെ പേര് അങ്ങനെ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് അതല്ലാതെ വരുമ്പോഴും അതും അല്ലാതെ നമ്മളൊക്കെ ഹായ് മോനെ യു നന്നായി പഠിക്കണല്ലേ, ഓക്കെ ആ ശരി കഴിഞ്ഞു, വേറെന്താ. അപ്പൊ ആ കുട്ടിക്കാലത്തൊരു ഇൻട്രസ്റ്റ് എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? എന്തോരം ഉണ്ടായിരുന്നു. പിള്ളേരെ സംബന്ധിച്ചല്ല ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലേ, എന്തോരം ഉണ്ടായിരുന്നു. ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ്. വെറുതെ സ്ക്രിബിൾ ചെയ്യുക, ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ പഠിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യായിരുന്നു. വരയ്ക്കണം, അങ്ങനെ വരയ്ക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പേഷ്യൻസ് ലെവൽ വേണം. അതുണ്ടായിരുന്നില്ല. എനിക്കതില്ലായിരുന്നു.
ഈ എങ്കക്കാടല്ലേ തറവാട്? അതെ. ഇപ്പം അവിടെ പോകാറുണ്ടോ? പിന്നെ ഞാൻ ഇന്നലെ കൂടെ അവിടെ നിന്നല്ലേ വന്നത്. ആണോ? ഞാൻ എവിടുന്നോ കേട്ടിട്ടുണ്ട് അവിടുത്തെ ഒരു കുളം, ആ കൽപ്പടവ് ഭരതൻ സാർ ഉണ്ടാക്കിയതാണെന്നും അപ്പുറത്തെ മറ്റേ മാമാങ്കം കാണാം, എന്ത് മച്ചാട് മച്ചാട്. ആ കേട്ടിട്ടുണ്ട്. ഈ അപ്പുറത്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ, 2.5 കിലോമീറ്റർ അപ്പുറത്ത്, അക്കരയാണ്. അവിടെയാണ് അമ്മയുടെ വീടും, അപ്പൊ അമ്മ വെച്ച വീടും എൻ്റെ വീടും തറവാടിന്റെ തൊട്ട് പുറകിലാണ്. എനിക്ക് എൻ്റെ എല്ലാ ഫിലിംസും ഞാൻ അവിടെ ഇരുന്നാണ് എഴുതിയിട്ടുള്ളത്. ഡിസ്കഷൻസും അവിടെയാണ് നടന്നിട്ടുള്ളത്, പ്രിലിമിനറി അല്ലാതെ ഒക്കെ ആയിട്ടുള്ള. സോ എനിക്കത് ഭയങ്കര ഒരു വൈബ് ഉണ്ട് അവിടെ. വെരി ക്ലോസ് ടു ഹാർട്ട്. വടക്കാഞ്ചേരിക്കാരനാണ്. ഉത്രാളിക്കാവ് പൂരം. അതെ. ഇപ്പം അമ്മ എന്നൊരു ആക്ടർ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പം അമ്മയുടെ അഭിനയത്തിൽ അല്ലെങ്കിൽ അമ്മ അഭിനയിക്കാൻ പോകുമ്പോൾ തന്നെ എന്തെങ്കിലും ഉപദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാഠങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അമ്മ എന്നെ ഭയങ്കരമായിട്ട് മറ്റേ അഭിനയത്തിൻ്റെ ടെക് സൈഡിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അക്കാഡമിക് സൈഡിലോ വലുതായിട്ടൊന്നും ഇത് ചെയ്തിട്ടില്ല. ഷി വുഡ് ഓൾവേസ് ടോക്ക് ടു യു അബൌട്ട് ഹൗ യു കണ്ടക്ട് യുവർ സെൽഫ്, നമ്മുടെ എസ്തെറ്റിക്സ് ഓഫ് വർക്കിംഗ് ഇൻ എ ഫിലിം സെറ്റ്, നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള പെരുമാറ്റം, അത് ഫിലിം സെറ്റൊന്നുമല്ല അല്ലാതെയുള്ള. സോ സം കൈൻഡ് ഓഫ് എ മോറൽ സ്കൂളിംഗ് അതാണ് ഉണ്ടാവുക മോസ്റ്റ്ലി. You don't behave like this, you don't talk like this. Every other son would be here in this. Okay. ഈ സംസാരിക്കട്ടെ. കുഴപ്പമില്ല. ഓക്കെ. ഇപ്പം അമ്മയുടെ പെർഫോമൻസ് എല്ലാവരും എപ്പോഴും ചോദിക്കായിരിക്കും, എന്നാലും നമുക്കത് ഒഴിവാക്കി ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അമ്മയുടെ ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തിയ പെർഫോമൻസ് കുറേ ഉണ്ട്. അപ്പോൾ പിന്നെ അതിനെ പിൻ പോയിന്റ് ചെയ്യുന്നത് ശരിയല്ല, കുറേ ഉണ്ട്. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെ നെറ്റിലൊക്കെ, ഐ മീൻ ഇൻസ്റ്റയിലൊക്കെ യു കൻ സീ മൾട്ടിപ്പിൾ റീൽസ്. ആ സീൻസൊക്കെ മനസ്സിൽ തട്ടി അടുപ്പമുള്ള സീൻസ് തന്നെയാണ്. കനൽക്കാറ്റിലെ സീൻ, മറ്റേ ബോംബെക്ക് പോകുന്നു പറയുന്നത്, അങ്ങനെ ഇപ്പം മനസ്സിനൊക്കെ മോസ്റ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്ന, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം. ആൻഡ് മോസ്റ്റ്ലി റീൽസ് ആയിട്ട് കിടക്കുന്ന കുറേ ഉണ്ട്. വാൾക്കണ്ണാടിയിലാകെ ഡോറടയ്ക്കുന്നത് മീമായിട്ട് വരാറുണ്ട്. സോ അതാണ്, അങ്ങനെ കുറേ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം അച്ഛൻ മരിച്ച ശേഷം അമ്മ സിനിമയിലേക്ക് പോകാൻ മടിച്ചിരിക്കുമ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളാണല്ലോ അഭിനയിക്കുന്നത് അല്ലേ, അപ്പൊ നിങ്ങൾ നിർബന്ധിച്ചിട്ടാണ് പോകുന്നത്? അമ്മ അങ്ങനെ വലുതായിട്ട് നിർബന്ധിച്ചിട്ടുള്ളതൊക്കെ അല്ല, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഓക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ നിർബന്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും, ഐ വാസ് ഓൾ ടു യങ്. ഞാനെന്താ 15 വയസ്സൊന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നിർബന്ധമാണോ എന്താണ്? Maybe sister would have done it, or somebody else, little bit elder, അമ്മയുടെ കസിൻസോ ആരെങ്കിലും പറഞ്ഞു നിർബന്ധിച്ചിട്ടുണ്ടാവും കോട്ട്സിൽ. പക്ഷെ അമ്മയ്ക്ക് അതായിരുന്നു ഒരു ഹാപ്പി പ്ലേസ്. അന്ന് അതല്ലായിരുന്നു. അന്ന് അവർക്ക് അവരുടെ ഡിപ്രഷനിലേക്ക് കൂടുതൽ പോകാനുള്ള സ്പേസ് ആയിരുന്നു. ബിക്കോസ് ഈ പറഞ്ഞ ആൾക്കാരുമൊക്കെ അച്ഛനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വീണ്ടും കാണുകയാണ്, വീണ്ടും അതേ ഇതിൽ അവർ പരിചയപ്പെട്ടതും പ്രേമത്തിലായതും ഒക്കെ ഈ ഫിലിം സെറ്റിലും അതിൻ്റെ സൗണ്ടിലും. അപ്പം മേ ബി അത്തരം ഓർമ്മകൾ അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. ആദ്യത്തെ ഒരു 1-2 കൊല്ലം, ദെൻ ഷീ കോപ്ഡ് വിത്ത് ഇറ്റ് ഒബ്വിയസ്ലി. പൊതുവേ എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ ഈ കുട്ടിക്കാലം അച്ഛൻ്റെ സിനിമ കണ്ടിട്ട് തോന്നുന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആവുന്ന പോലെ പല ഇൻ്റർവ്യൂവിലും തോന്നും. അത് എന്താന്ന് വെച്ചാലേ, അത് എന്തായാലും ചോദിച്ചാൽ നന്നായി പറഞ്ഞേക്കാം. അതായത് നമ്മൾ ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മീ, മൈ ഫിലിംസ്, മൈ വർക്ക് എന്നുള്ളത്. പിന്നെ ഓബ്വിയസ്ലി എപ്പോഴും അത് ചോദിക്കാതെ അതിനുത്തരം പറയാതിരുന്നാൽ അത് എന്ത് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഉണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മളൊരു I feel very ശരാ, നമ്മൾ ഇപ്പോഴും ആ ലേബിളിലാണോ അറിയപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് മുളച്ചു വരും. അപ്പോഴാണ് ഐ ഗെറ്റ് അൺകംഫർട്ടബിൾ.
താങ്ക് യു. ഇപ്പം ഒന്നിലധികം സ്ക്രിപ്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ എഴുത്തിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാ? എഴുത്തിൻ്റെ പാറ്റേൺ എഴുതുക, കളയുക, എഴുതുക. ഒരു ഐഡിയ തുടങ്ങുമ്പോഴേ എഴുതി തുടങ്ങുമോ അതോ? ഇല്ലല്ല. എഴുതാനായിട്ട് കുറച്ച് സാധനങ്ങൾ അകത്ത് വേണം അതിന്. ആസ് ഐ സെഡ്, ഇൻപുട്ട് കൊടുത്താലേ ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ ഒരു തോട്ട് വരും, നമ്മളത് ഡിസ്കസ് ചെയ്യും, ബൗൺസ് ചെയ്യുന്ന 2-3 ആൾക്കാരുണ്ട്, അവരുമായിട്ട് ചർച്ച നടത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും. കുറേ ഇതായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓക്കെ എന്നാൽ പിന്നെ ഇതിലൊന്ന് പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ മോസ്റ്റ്ലി വിനോയ് തോമസ് ആണ് ഇപ്പം എൻ്റെ ഒരു നല്ലൊരു ബൗൺസ് ബോർഡായിട്ടുള്ളത്. അപ്പോൾ ഹി വിൽ കം ബാക്ക് വിത്ത് ചെറിയൊരു ഐഡിയ. You will keep working on that. You will give me a small draft. I will sit with that. ഞാൻ വേറൊരു ചെറിയൊരു അഡീഷൻസ് ഒക്കെ ആയിട്ടുള്ളൊരു ഡ്രാഫ്റ്റ്, അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഉള്ളൊരു ചെറിയ പരിപാടിയിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ഐഡിയയിൽ നിന്ന് എഴുത്തിലേക്ക് വരാൻ എങ്ങനെ ഒരാഴ്ച തൊട്ട് 10 ദിവസം ഉണ്ടാവും. അത് അത്രയും സംസാരിച്ച് എഴുതാൻ എന്തെങ്കിലും വേണ്ടേ? അതെനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. പേന എടുത്ത് എഴുതാൻ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനിരിക്കുമ്പോഴത്തേക്കും ആ കേഴ്സർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ടേ ഇരിക്കും. അത് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നതാണ് സീൻ, അപ്പൊ ഇത് എഴുതിയാൽ മതി. അപ്പൊ ഈ എഴുതുന്നതിൽ ആദ്യത്തെ വരി ഉണ്ടല്ലോ, അത് ഭയങ്കര അപ്പൊ അത് കിട്ടാനായിട്ട് ചിലപ്പോ ഗ്രാമർ തെറ്റും, അത് കൺസ്ട്രക്ട് ചെയ്യുന്ന രീതി മോശമാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തോ ഇൻപുട്ടിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഒരു ബുക്ക് എടുത്തിട്ട് ഒരു മണിക്കൂർ ഇത് വായിക്കും. അപ്പൊ മേ ബി വിൽ ഗെറ്റ് എ ഹാങ്. ആ സെന്റൻസ് ഫോമിങ്ങിന്റെയും കൺസ്ട്രക്ഷന്റെയും ഗ്രാമറിന്റെ ഒക്കെ ഒരു ഹാങ് കിട്ടും. അപ്പൊ നമ്മള് എഴുതുമ്പോൾ മേ ബി ആ ഫസ്റ്റ് ലൈൻ കിട്ടും. അതൊരു മൊമെന്റ് ആണ്. എന്നിട്ട് വീണ്ടും സെക്കൻഡ് ലൈനിൽ സ്റ്റക്ക് ആവും. അത് മറ്റൊരു മൊമെന്റുകൾ ഇങ്ങനെ മാറിയും തിരിഞ്ഞും വന്നോണ്ടിരിക്കും. മൊമെന്റ് ഫുൾ തിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം 10 ദിവസം എടുക്കുന്ന പറഞ്ഞാലും കംപ്ലീറ്റ് ഫോം ആയിട്ടാണോ എഴുതായിരിക്കുള്ളൂ അതോ? ഇല്ലല്ല, എഴുതാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. ആ എഴുതാനായപ്പോ ഒരു ആദ്യം അന്ത്യം ഒരു കഥയുടെ അത് കിട്ടിക്കഴിഞ്ഞാൽ എഴുതാനായല്ലോ. അത് 2 പേജിലോ 3 പേജിലോ എഴുതാം. പക്ഷെ ആ ആദ്യം അന്ത്യം നമുക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞ ഒരാഴ്ച ടു 10 days. ഇറ്റ് ഡിപ്പെൻസ്. മേ ബി ചിലപ്പോൾ 4 ദിവസത്തിൽ കിട്ടുമായിരിക്കും, ചിലപ്പോൾ 2 ദിവസത്തിൽ കിട്ടുമായിരിക്കും, ചിലപ്പോൾ 8 ദിവസം ആകുമായിരിക്കും. അത് ഇറ്റ് ഡിപ്പെൻസ്. ഡെമോക്രസി പോലിട്ട് ചീസ് ആണ്. ഓക്കെ. അപ്പോൾ ഡയറക്ടറായിട്ട് വേഗം വരൂ. മോശം നടനായതുകൊണ്ടല്ല ഒരിക്കലും. സംവിധാനം ചെയ്യുന്ന സിനിമകൾ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച്.